അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅല ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമാ ബഅദ്. പ്രിയപ്പെട്ട ഖുർആൻ പഠിതാക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. സൂറത്ത് യാസീനിൻ്റെ പഠന സീരീസ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ സൂറത്ത് മനഃപ്പാഠമാക്കുവാനും ഇതിലെ ആശയങ്ങൾ ഗ്രഹിച്ചുകൊണ്ട് ഇതിലെ പാഠങ്ങൾ ജീവിതത്തിൽ ഉൾക്കൊള്ളുവാനും നാഥൻ നമുക്കേവർക്കും തൗഫീഖ് നൽകുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് ഇന്നത്തെ വീഡിയോയിൽ 13 മുതൽ 19 വരെയുള്ള ആയത്തുകളാണ് നമ്മൾ നോക്കുന്നത്. ആദ്യം ഈ ആയത്തുകളുടെ പാരായണ രീതിയിലേക്ക് നമുക്ക് കടക്കാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. واضرب لهم مثلا أصحاب القرية إذ جاءها المرسلون. ഇവിടെ ആദ്യത്തെ വാക്ക് വദ്രിബ് എന്നാണ്. വാവിന് ശേഷം ഹംസത്തുൽ വസ്ലാണ്. ഹംസത്തുൽ വസ്ലിൻ്റെ പ്രത്യേകത, അതിൻ്റെ മുൻപ് ഒരക്ഷരമോ ഒരു വാക്കോ ഉണ്ടെങ്കിൽ അതിന് ഉച്ചാരണം നഷ്ടപ്പെടും. അപ്പോൾ ഇവിടെ ആ ഹംസയെ നമ്മൾ ഉച്ചരിക്കേണ്ടതില്ല. വദ്രിബ്, വാദ് വ്യക്തമായിട്ട് ഉച്ചരിക്കുക. അതുപോലെ റായിനെ തർക്കീഖ് ചെയ്തുകൊണ്ട് പാരായണം ചെയ്യുക, കനം കുറച്ച്. അതുപോലെ ബാ, കൽക്കലയുടെ അക്ഷരങ്ങളിൽപ്പെട്ട ഒരു അക്ഷരമാണ്, അതിനെ വ്യക്തമാക്കി ഉച്ചരിക്കുകയും ചെയ്യുക. വദ്രിബ് ലഹും മസലൻ. ഇവിടെ ലഹും എന്ന വാക്കിലെ മീമിനെയും മസലൻ എന്ന വാക്കിലെ മീമിനെയും ലയിപ്പിച്ച് ചേർത്ത് മണിച്ചുകൊണ്ട് വേണം പാരായണം ചെയ്യാൻ. ഇദ്ഗാം ബിഗുന്ന. ലഹും മസലൻ അസ്ഹാബ. ഇവിടെ ലാമിന് മുകളിലുള്ള തൻവീനിനെ ഇദ്ഹാർ ചെയ്യണം. കാരണം ശേഷം വരുന്നത് ഹൽക്കിൻ്റെ അക്ഷരമായിട്ടുള്ള ഹംസയാണ്. വ്യക്തമാക്കി വേണം, ആ തൻവീനിനെ വ്യക്തമാക്കി വേണം നമ്മൾ പാരായണം ചെയ്യാൻ. മസലൻ അസ്ഹാബൽ ഖർയതി ഇദ് ജാഅഹൽ മുർസലൂൻ. ഇവിടെ ഇദ് ജാഅഹ 4-5 ഹർക്കത്ത് ദൈർഘ്യം കൊടുക്കണം. മദ് മുത്തസിലാണ്. ഒരൊറ്റ വാക്കിൽ മദ്ദിൻ്റെ അക്ഷരത്തിന് ശേഷം ഹംസ വന്നതിനാലാണ് മദ് മുത്തസിലിൻ്റെ നിയമം ഇവിടെ ബാധകമാകുന്നത്. إذ أرسلنا إليهم اثنين فكذبوهما فعززنا بثالث فقالوا إنا إليكم مرسلون. ഇവിടെ ഇദ് അർസൽന ഇലൈഹിം, മദ് മുൻഫസിലാണ്. ഒരു വാക്കിൻ്റെ അവസാനത്തെ അക്ഷരം മദ്ദിൻ്റെ അക്ഷരമാവുകയും തൊട്ടടുത്ത വാക്കിൻ്റെ ആദ്യത്തെ അക്ഷരം ഹംസയാകുകയും ചെയ്യുമ്പോൾ രൂപപ്പെടുന്ന മദ്ദാണ്. 4-5 ഹർക്കത്ത് ദൈർഘ്യമാണ് കൊടുക്കേണ്ടത്. നമ്മുടെ പാരായണ രീതിക്കനുസരിച്ച് 2-4-6 ഹർക്കത്ത് ദൈർഘ്യവും ആകാവുന്നതാണ്. ഇദ് അർസൽനാ ഇലൈഹിം ഉസ്നൈനി. ഇവിടെ ഇലൈഹിം എന്നതിന് ശേഷം ഇസ്നൈനി എന്ന വാക്കിൽ ആദ്യത്തേത് ഹംസത്തുൽ വസ്ലാണ്. നമ്മൾ കൂട്ടി പാരായണം ചെയ്യുമ്പോൾ അതിനെ ഉച്ചരിക്കേണ്ടതില്ല. ഇലൈഹിം ഉസ്നൈനി ഫകസ്സബൂഹുമാ ഫഅസ്സസ്നാ ബിസാലിസിൻ ഫഖാലു. ഇവിടെ സാലിസ് എന്ന വാക്കിൽ അവസാനത്തെ സായിന് താഴെ തൻവീനുണ്ട്. ആ തൻവീനിനെ മറച്ച് പിടിച്ച് മണിച്ചുകൊണ്ട് വേണം പാരായണം ചെയ്യാൻ, ഇഖ്ഫാ ചെയ്തുകൊണ്ട്. കാരണം ശേഷം വരുന്നത് ഫ ആണ്. ഫഖാലു ഇന്നാ ഇലൈക്കും മുർസലൂൻ. ഇവിടെ 2 മദ് മുൻഫസിൽ നമുക്ക് കാണാം. ഫഖാലു ഇന്ന, ഈ 2 വാക്കുകൾക്കിടയിലും, ഇന്ന ഇലൈക്കും, ഈ 2 വാക്കുകൾക്കിടയിലും. അതുകൊണ്ട് ഇവിടെ ദീർഘിപ്പിക്കാൻ വിട്ടുപോകരുത്. അതുപോലെ ഇന്ന എന്ന് പാരായണം ചെയ്യുമ്പോൾ 2 ഹർക്കത്ത് ദൈർഘ്യത്തിൽ ഉന്നത്ത് ചെയ്യേണ്ടതാണ്, മണിക്കേണ്ടതാണ്.
അതുപോലെ ഇലൈക്കും മുർസലൂൻ, ഇവിടെ രണ്ട് മീമിനെയും ലയിപ്പിച്ച് ചേർത്ത് മണിച്ച് പാരായണം ചെയ്യേണ്ടതാണ്. ഇദ്ഗാം ബിഗുന്ന ചെയ്യേണ്ടതാണ്. ഫഖാലൂ ഇന്നാ ഇലൈക്കും മുർസലൂൻ قالوا ما أنتم إلا بشر مثلنا وما أنزل الرحمن من شيء إن أنتم إلا تكذبون ഖാലു മാ അൻതും, ഇവിടെ മദ് മുൻഫസിലാണ്, 4-5 ഹർക്കത്ത് ദൈർഘ്യം നൽകേണ്ടതാണ്. അതുപോലെ അൻതും എന്ന് പാരായണം ചെയ്യാൻ കഴിയില്ല, നൂനിനെ മറച്ച് പിടിച്ച് മണിച്ച് കൊണ്ട് വേണം പാരായണം ചെയ്യാൻ, ഇഖ്ഫാ ചെയ്തുകൊണ്ട്. കാരണം നൂനിന് ശേഷം വരുന്നത് ത ആണ്. അൻതും ഖാലു മാ അൻതും ഇല്ലാ ബശറും മിസ്ലുന, ഇവിടെ റായിന് മുകളിലുള്ള തൻവീനിനെ മീമുമായി ലയിപ്പിച്ച് ചേർത്ത് പാരായണം ചെയ്യണം. ബശറും മിസ്ലുന വമാ അൻസൽ, ഇവിടെയും മദ് മുൻഫസിൽ നമുക്ക് കാണാം, 4-5 ഹർക്കത്ത് ദൈർഘ്യം നൽകണം. അൻസൽ എന്ന് പറയുമ്പോൾ നൂനിനെ മറച്ച് പിടിച്ച് മണിച്ച് പാരായണം ചെയ്യണം, ഇഖ്ഫാ ചെയ്തുകൊണ്ട് പാരായണം ചെയ്യണം. ശേഷം വരുന്നത് സായ് ആണ്. وما أنزل الرحمن من شيء, ഇവിടെയും നൂനിനെ, മിൻ എന്ന വാക്കിലെ നൂനിനെ മറച്ച് പിടിച്ചുകൊണ്ട് മണിച്ച് പാരായണം ചെയ്യണം. ശേഷം വരുന്നത് ഷീനാണ്. ഷൈഇൻ ഇൻ അൻതും, ഇവിടെ ഷൈഇൻ എന്ന വാക്കിൽ തൻവീനുണ്ട്, ഹംസക്ക് താഴെ തൻവീന് നമുക്ക് കാണാം, ശേഷം ഹംസയാണ് വരുന്നത്. അതിനാൽ ആ തൻവീനിനെ ഇവ്ഹാർ ചെയ്യണം, വ്യക്തമാക്കി പാരായണം ചെയ്യണം. ഷൈഇൻ എന്ന് തന്നെ ഉച്ചരിക്കണം. അതുപോലെ ഇൻ അൻതും, ഇൻ, ഇവിടെ സാക്കിനായ നൂനിനെയും നമ്മൾ വ്യക്തമാക്കി പാരായണം ചെയ്യണം, ഇവ്ഹാർ ചെയ്തുകൊണ്ട്. ശേഷം വരുന്നത് ഹംസയാണ്. എന്നാൽ അൻതും, ഈ വാക്കിലുള്ള നൂനിനെ നമ്മൾ ഇഖ്ഫാ ചെയ്യണം. ശേഷം വരുന്നത് ത ആണ്, മറച്ചു പിടിച്ച് മണിച്ചുകൊണ്ടാണ് പാരായണം ചെയ്യേണ്ടത്. അൻതും ഇൻ അൻതും ഇല്ലാ തക്ദിബൂൻ ഖാലൂ റബ്ബുനാ യഅലമു ഇന്നാ ഇലൈക്കും ലമുർസലൂൻ. ഇവിടെ ഈ ആയത്തിൽ 2 നിയമങ്ങൾ നമുക്ക് കാണാം. ഒന്ന്, ഇന്ന, നൂനിനെ ഉന്നത്ത് ചെയ്തുകൊണ്ട് മണിച്ചുകൊണ്ട് പാരായണം ചെയ്യണം. അതുപോലെ അതിന് ശേഷം വരുന്നത് ഇലൈക്കും എന്ന വാക്കാണ്, അതിൻ്റെ ആദ്യത്തെ അക്ഷരം ഹംസയാണ്. മദ് മുൻഫസിൽ നമുക്കിവിടെ കാണാം, 4-5 ഹർക്കത്ത് ദൈർഘ്യം കൊടുക്കേണ്ടതാണ്. ഇന്നാ ഇലൈക്കും ലമുർസലൂൻ വമാ അലൈനാ ഇല്ലൽ ബലാഗുൽ മുബീൻ. ഇവിടെ അലൈന ഇല്ല, ഇവിടെയും മദ് മുൻഫസിലാണ്, 4-5 ഹർക്കത്ത് ദൈർഘ്യം ദീർഘിപ്പിക്കേണ്ടതാണ്. ഖാലൂ ഇന്നാ തതയ്യർനാ ബികും, ഇവിടെ ഖാലൂ ഇന്ന, നമ്മൾ മുൻപ് പറഞ്ഞതുപോലെ മദ് മുൻഫസിലാണ്. അതുപോലെ ഇന്ന എന്ന് പറയുമ്പോൾ 2 ഹർക്കത്ത് ദൈർഘ്യത്തിൽ ഉന്നത്തും കൊടുക്കേണ്ടതാണ്. ഖാലൂ ഇന്നാ തതയ്യർനാ ബികും ലഇൻ ലം തൻതഹൂ ലനർജുമന്നകും വലയമസ്സന്നകും മിന്നാ അദാബുൻ അലീം. ഇവിടെ ലഇൻ ലം, ഈ നൂനിനെ ലാമുമായി ലയിപ്പിച്ച് മണിക്കാതെയാണ് പാരായണം ചെയ്യേണ്ടത്. ഇദ്ഗാം ബിലാ ഗുന്ന എന്ന നിയമമാണ് ഇവിടെ വരുന്നത്. ലഇല്ലം, ലഇല്ലം, ലഇൻ ലം എന്നുള്ള 2 വാക്കുകളെ ലഇല്ലം എന്നാണ് പാരായണം ചെയ്യേണ്ടത്. ഇവിടെ ലഇല്ലം തൻതഹു, തൻതഹു, നൂനിനെ മറച്ചു പിടിച്ച് മണിച്ചുകൊണ്ട് പാരായണം ചെയ്യണം.
ലനർജുമന്നകും. ഇവിടെ ഷദ്ദുള്ള നൂനിനെ 2 ഹർക്കത്ത് ദൈർഘ്യത്തിൽ മണിക്കണം. വലയമസ്സന്നകും. ഇവിടെയും ഷദ്ദുള്ള നൂനുണ്ട്, 2 ഹർക്കത്ത് ദൈർഘ്യത്തിൽ മണിക്കണം. വലയമസ്സന്നകും മിന്ന. ഇവിടെ വലയമസ്സന്നകും എന്ന വാക്കിൽ അവസാനത്തെ മീമിനെ മിന്ന എന്ന വാക്കിൽ ആദ്യത്തെ മീമിലേക്ക് ലയിപ്പിച്ച് ചേർത്ത് മണിച്ചുകൊണ്ട് പാരായണം ചെയ്യുക, ഇദ്ഗാം ബിഗുന്ന ചെയ്തുകൊണ്ട്. മിന്ന എന്ന് പറയുമ്പോൾ ഷദ്ദുള്ള നൂനിനെയും ഉന്നത്ത് ചെയ്യുക. അദാബുൻ അലീം. ഇവിടെ അദാബുൻ ബഇന് മുകളിലുള്ള തൻവീനിനെ വ്യക്തമാക്കി ഇവ്ഹാർ ചെയ്തുകൊണ്ട് പാരായണം ചെയ്യണം. ശേഷം വരുന്നത് ഹംസയാണ്. അദാബുൻ അലീം. ഖാലൂ ത്വാഇറുകും മഅകും അഇൻ ദുക്കിർതും ബൽ അൻതും ഖൗമും മുസ്രിഫൂൻ. ഇവിടെ ത്വാഇറുകും എന്ന വാക്കിൽ ഒറ്റ വാക്കിൽ മദ്ദിൻ്റെ അക്ഷരത്തിന് ശേഷം ഹംസയാണ് വരുന്നത്. മദ് മുത്തസിലാണ്. 4-5 ഹർക്കത്ത് നിർബന്ധമായും ദീർഘിപ്പിക്കേണ്ടതാണ്. അതുപോലെ ത്വാഇറുകും മഅകും 2 മീമിനെയും ലയിപ്പിച്ച് ചേർത്ത് മണിച്ചുകൊണ്ട് പാരായണം ചെയ്യേണ്ടതാണ്. അഇൻ ദുക്കിർതും. ഇവിടെ നൂനിനെ മറച്ചു പിടിച്ച് മണിച്ചുകൊണ്ട് വേണം പാരായണം ചെയ്യാൻ. അതുപോലെ ദുക്കിർതും എന്ന് പറയുമ്പോൾ റാഇന് തർക്കീക്ക് നൽകണം. കാരണം മുൻപ് വരുന്നത് കെസ്റുള്ള അക്ഷരമാണ്. സുക്കൂനുള്ള റാഇന് മുൻപിൽ കെസ്റുള്ള അക്ഷരം വന്നാൽ റാഇന് തർക്കീക്ക് ചെയ്യണം, കനം കുറക്കണം. ദുക്കിർതും. ബൽ അൻതും. ഇവിടെയും നൂനിനെ മറച്ചു പിടിച്ച് മണിച്ചുകൊണ്ട് വേണം പാരായണം ചെയ്യാൻ. ബൽ അൻതും ഖൗമും മുസ്രിഫൂൻ. ഖൗമും മുസ്രിഫൂൻ. തൻവീനിനെയും മീമിനെയും ലയിപ്പിച്ച് ചേർത്ത് മണിച്ച് കൊണ്ടുവേണം പാരായണം ചെയ്യാൻ. ഖൗമും മുസ്രിഫൂൻ എന്നാണ് പാരായണം ചെയ്യേണ്ടത്. ഇനി നമുക്ക് ഈ ആയത്തുകളുടെ ആശയവിവരണത്തിലേക്ക് കടക്കാം. സൂറത്തു യാസീനിലെ 2ാമത്തെ റുക്കൂഅ്, 2ാമത്തെ വിഭാഗം തുടങ്ങുന്നത് 13ാമത്തെ ആയത്ത് മുതലാണ്. ഇവിടെ അള്ളാഹു ഒരു രാജ്യക്കാരെ പരിചയപ്പെടുത്തുകയാണ്. നമുക്ക് ഓരോ വാക്കുകളുടെ അർത്ഥവും ആയത്തുകളുടെ അർത്ഥവും നോക്കാം. ആദ്യം 13ാമത്തെ വചനം. വദ്രിബ്, നീ വിവരിച്ചു കൊടുക്കുക, ലഹും അവർക്ക്, മസലൻ ഒരു ഉപമ, അസ്ഹാബൽ ഖറിയത്തി രാജ്യക്കാരുടെ, ഇദ് ജാഅഹ അവിടെ ചെന്ന സന്ദർഭം, അൽ മുർസലൂൻ ദൂതന്മാർ, മുർസലുകൾ. ആയത്തിൻ്റെ അർത്ഥം, നബിയെ നീ അവർക്ക് ആ രാജ്യക്കാരെ ഒരു ഉപമയായി വിവരിച്ചു കൊടുക്കുക. അതായത് അവിടെ മുർസലുകൾ ദൂതന്മാരായി അയക്കപ്പെട്ടവർ ചെന്ന സന്ദർഭം. ഇദ് അർസൽന നാം അയച്ചപ്പോൾ, ഇലൈഹിം അവരിലേക്ക്, ഇസ്നൈനി 2 പേരെ, ഫകദ്ദബൂഹുമ എന്നിട്ടവർ അവരെ വ്യാജമാക്കി, ഫഅസ്സസ്ന അപ്പോൾ നാം പ്രബലപ്പെടുത്തി ശക്തിപ്പെടുത്തി, ബിസാലിസിൻ ഒരു 3ാമനെ കൊണ്ട്, ഫഖാലു എന്നിട്ടവർ പറഞ്ഞു, ഇന്ന നിശ്ചയമായും ഞങ്ങൾ, ഇലൈക്കും നിങ്ങളിലേക്ക്, മുർസലൂൻ അയക്കപ്പെട്ടവരാണ്, ദൂതന്മാരാണ്. ആയത്തിൻ്റെ അർത്ഥം, അവരുടെ അടുക്കലേക്ക് നാം 2 ആളെ അയച്ചപ്പോൾ അവർ അവരെ വ്യാജമാക്കി. അപ്പോൾ 3ാമതൊരാളെ കൊണ്ട് നാം അവർക്ക് പ്രാബല്യം നൽകി. എന്നിട്ട് അവർ ദൂതന്മാർ പറഞ്ഞു, ഞങ്ങൾ നിങ്ങളിലേക്ക് അയക്കപ്പെട്ട ദൂതന്മാരാണ്. ഖാലു അവർ പറഞ്ഞു, മാ അൻതും നിങ്ങളല്ല, ഇല്ലാ ബശറുൻ മനുഷ്യരല്ലാതെ, മിസ്ലുന ഞങ്ങളെപ്പോലെയുള്ള, വമാ അൻസല ഇറക്കിയിട്ടുമില്ല, അർ റഹ്മാനു പരമകാരുണികൻ, മിൻ ഷൈഇൻ യാതൊന്നും, ഇൻ അൻതും നിങ്ങളല്ല, ഇല്ലാ തക്ദിബൂൻ നിങ്ങൾ കളവു പറയുകയല്ലാതെ. ആയത്തിൻ്റെ അർത്ഥം, അവർ അഥവാ ആ രാജ്യക്കാർ പറഞ്ഞു, നിങ്ങൾ ഞങ്ങളെപ്പോലെയുള്ള മനുഷ്യരല്ലാതെ മറ്റാരുമല്ല, പരമകാരുണികനായുള്ളവൻ യാതൊന്നും തന്നെ ഇറക്കിയിട്ടുമില്ല, നിങ്ങൾ വ്യാജം പറയുകയല്ലാതെ ചെയ്യുന്നില്ല. ഖാലു
അവർ പറഞ്ഞു, റബ്ബുന, ഞങ്ങളുടെ രക്ഷിതാവ്, യഅലമു, അവനറിയും, ഇന്ന, നിശ്ചയമായും ഞങ്ങൾ, ഇലൈക്കും, നിങ്ങളിലേക്ക്, ലമുർസലൂൻ, അയക്കപ്പെട്ടവർ തന്നെ എന്ന്. ആയത്തിൻ്റെ അർത്ഥം, അവർ അഥവാ ആ ദൂതന്മാർ പറഞ്ഞു, ഞങ്ങളുടെ രക്ഷിതാവിനറിയാം, നിശ്ചയമായും ഞങ്ങൾ നിങ്ങളിലേക്ക് അയക്കപ്പെട്ടവർ തന്നെയാണ് എന്ന്. വമാ അലൈന, ഞങ്ങളുടെ മേൽ ബാധ്യത ഇല്ലതാനും, ഇല്ലൽ ബലാഗ്, സന്ദേശമെത്തിക്കലല്ലാതെ, പ്രബോധനമെത്തിക്കലല്ലാതെ, അൽ മുബീൻ, സ്പഷ്ടമായ, വ്യക്തമായ. ആയത്തിൻ്റെ അർത്ഥം, സ്പഷ്ടമായ സന്ദേശം എത്തിക്കലല്ലാതെ ഞങ്ങളുടെ മേൽ ബാധ്യത ഇല്ലതാനും. ഇവിടെ അറബ് മുശ്രിക്കുകളെ പോലെ തൗഹീദിൽ വിശ്വസിക്കാത്തവരും തൗഹീദിലേക്ക് ക്ഷണിക്കുവാൻ നിയോഗിക്കപ്പെട്ടവരെ ധിക്കരിച്ചവരുമായ ഒരു രാജ്യക്കാരുടെ കഥയാണ് ഈ വചനങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ആദ്യം അള്ളാഹു ആ രാജ്യക്കാരിലേക്ക് 2 പേരെ ദൂതന്മാരായി അയച്ചു. അങ്ങനെ ഈ ജനത അവരെ വ്യാജമാക്കി നിഷേധിച്ചപ്പോൾ 3-മതൊരാളെയും നിയോഗിച്ചുകൊണ്ട് അള്ളാഹു പ്രബോധനം ശക്തിപ്പെടുത്തി. പക്ഷേ ഈ ജനങ്ങൾ നിഷേധത്തിൽ തന്നെ ഉറച്ചു നിന്നു. അങ്ങനെ അവർക്കിടയിൽ നടന്ന ചില സംഭാഷണങ്ങളുടെ ചുരുക്കം മാത്രമാണ് ഈ ആയത്തുകളിലൂടെ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. ഇവിടെ അസ്ഹാബൽ ഖറിയ എന്ന് പറഞ്ഞത്, രാജ്യക്കാർ എന്ന് പറഞ്ഞത് ആരെക്കുറിച്ചായിരുന്നു എന്ന് നമുക്ക് കൃത്യമായി തിട്ടപ്പെടുത്തി പറയുവാൻ സാധ്യമല്ല. എന്നാൽ ഭൂരിഭാഗം മുഫസ്സിരിങ്ങളും ഇവർ അന്താക്കിയ നിവാസികളായിരുന്നു എന്ന് അഭിപ്രായപ്പെട്ടതായിട്ട് നമുക്ക് കാണാം. ഈസ അലൈഹിസ്സലാം ഇവരിലേക്ക് മതപ്രബോധനാർത്ഥം കുറച്ച് ദൂതന്മാരെ അയച്ചിരുന്നു അന്താക്കിയയിലേക്ക്. അതുകൊണ്ട് ഇക്കൂട്ടരെ കുറിച്ചാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്നാണ് ഒരു വിഭാഗം പണ്ഡിതന്മാർ അഭിപ്രായപ്പെടുന്നത്. മറ്റൊരു വിഭാഗം അഭിപ്രായപ്പെടുന്നത് അന്താക്കിയയിലേക്ക് ഈസ അലൈഹിസ്സലാം ദൂതന്മാരെ അയച്ചിട്ടുണ്ടെങ്കിലും ഈ ആയത്തുകളിൽ പറഞ്ഞത് ഇവരെക്കുറിച്ചല്ല, മറ്റൊരു രാജ്യക്കാരെ കുറിച്ചാണ് എന്നാണ്. ഇബ്നു കസീർ റഹിമഹുല്ല എല്ലാം ഈ അഭിപ്രായത്തിലാണ് നിലകൊണ്ടിട്ടുള്ളത്. അദ്ദേഹം 3 പോയിന്റുകൾ ഇതിന് വെക്കുന്നുണ്ട്. അതിലൊന്നാമതായി അദ്ദേഹം പറയുന്നു, ഖുർആനിൻ്റെ ഈ ആയത്തുകൾ നമുക്ക് വായിച്ചാൽ നമുക്ക് മനസ്സിലാവുന്നത് ഈ ദൂതന്മാർ അള്ളാഹുവിൻ്റെ ദൂതന്മാരാണ് എന്നാണ്. ഈസാ നബിയുടെ ദൂതന്മാരാണ് എന്ന് കാണിക്കുന്ന യാതൊരു സൂചനയും ഇതിലില്ല. നിങ്ങൾ ഞങ്ങളെപ്പോലെയുള്ള മനുഷ്യരല്ലാതെ മറ്റാരുമല്ല, മാൻതുമില്ല ബഷറും മിസ്ലുന എന്നുള്ള ആയത്തിലൂടെയെല്ലാം നമുക്ക് ഇങ്ങനെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. രണ്ടാമതായി അദ്ദേഹം പറയുന്നു, ക്രിസ്ത്യാനികൾക്കിടയിൽ ഏറ്റവും പ്രധാനപ്പെട്ട പട്ടണങ്ങളായിരുന്നു അൽ ഖുദ്സ്, അന്താക്കിയ, അലക്സാൻഡ്രിയ, റൂമിയ എന്നിവ. ഇതിൽ ഓരോന്നിൻ്റെയും പ്രാധാന്യം ഓരോ നിലക്കായിരുന്നു. ഇതിൽ അന്താക്കിയ എന്ന സ്ഥലം, അന്താക്കിയ രാജ്യക്കാർ ആയിരുന്നു ആദ്യമായി ഒരു രാജ്യം ഒന്നടങ്കം ഈസ അലൈഹിസ്സലാമിൽ വിശ്വസിച്ച ഒരു രാജ്യം. എന്നാൽ ഈ ആയത്തുകളിൽ വിശദീകരിച്ചിട്ടുള്ളത് പ്രകാരം ഈ ആളുകൾ, ഈ ജനത ദൂതന്മാരെ നിഷേധിച്ച ആളുകളായിരുന്നു. അപ്പോൾ ഇത് അന്താക്കിയയിലെ ആളുകളാകാൻ യാതൊരുവിധ സാധ്യതയുമില്ല. അതുപോലെ തൗറാത്ത് അവതരിച്ചതിന് ശേഷം ഒരു ജനത ആകമാനം പൊതുശിക്ഷയാൽ നശിപ്പിക്കപ്പെടുകയുണ്ടായിട്ടില്ലെന്നും അതിനുശേഷമാണ് ബഹുദൈവ വിശ്വാസികളുമായി യുദ്ധം നടന്നിട്ടുള്ളതെന്നുമാണ് അബൂ സഈദുൽ ഖുദരി റളിയല്ലാഹു അൻഹു അതുപോലെ മറ്റു പല മുൻഗാമികളും പറയുന്നത്. അപ്പോൾ ഖുർആനിൽ പറഞ്ഞ ഈ രാജ്യം മുൻഗാമികളായ പലരും പറഞ്ഞതുപോലെ അന്താക്കിയ ആയിരിക്കുകയില്ല, അല്ലെങ്കിൽ അതേ പേരിലുള്ള വേറെ രാജ്യമായിരിക്കാം എന്നാണ് അഭിപ്രായം കാണുന്നത്. ഏതായാലും അല്ലാഹു അഅലം. അതുപോലെ അന്താക്കിയയാണ് ഈ രാജ്യക്കാർ എന്ന് അഭിപ്രായപ്പെടുന്ന ആളുകൾ, പണ്ഡിതന്മാർ പറയുന്നത്, ഇവിടേക്ക് അയക്കപ്പെട്ട ദൂതന്മാർ മുർസലുകൾ എന്ന് പറഞ്ഞത് ഹവാരിയങ്ങളെ കുറിച്ചാണ് എന്നും അവർ അഭിപ്രായപ്പെട്ടതായിട്ട് നമുക്ക് കാണാം. 18-ാമത്തെ വചനം, ഖാലു, അവർ പറഞ്ഞു, ഇന്ന തതയ്യർന, ഇന്ന നിശ്ചയമായും ഞങ്ങൾ, തതയ്യർന ഞങ്ങൾ ശകുനപ്പിഴവിൽ, ലക്ഷണക്കേടിൽ ആയിരിക്കുന്നു, ബിക്കും നിങ്ങൾ നിമിത്തം, നിങ്ങൾ കാരണം, ലഇല്ലം തൻതഹു നിശ്ചയമായും നിങ്ങൾ വിരമിക്കുന്നില്ലെങ്കിൽ, ലനർജുമന്നക്കും ഞങ്ങൾ നിങ്ങളെ കല്ലേറ് നടത്തുക തന്നെ ചെയ്യും, എറിഞ്ഞാട്ടുക തന്നെ ചെയ്യും, വലയമസ്സന്നക്കും നിങ്ങളെ സ്പർശിക്കുക തന്നെ ചെയ്യും, തീർച്ചയായും ബാധിക്കുക തന്നെ ചെയ്യും,
മിന്ന ഞങ്ങളിൽ നിന്നും, അദാബുൻ ശിക്ഷ, അലീം വേദനയേറിയ. 19-ാമത്തെ വചനം, ഖാലു അവർ പറഞ്ഞു, ത്വാഇറുക്കും നിങ്ങളുടെ ദുശ്ശകുനം, ശകുനപ്പിഴ, ദുർലക്ഷണം, മഅക്കും നിങ്ങളോടൊപ്പം തന്നെയാണ്, ഇൻ ദുഃഖിർത്തും നിങ്ങൾക്ക് ഉപദേശം പ്രബോധനം നൽകപ്പെട്ടിട്ടാണോ, വിക്ർ നൽകപ്പെട്ടിട്ടാണോ, ബൽ പക്ഷേ എങ്കിലും, അൻതും നിങ്ങൾ, ഖൗമുൻ ഒരു ജനതയാണ്, മുസ്രിഫൂൻ അതിരുകവിഞ്ഞ. ആയത്തിൻ്റെ അർത്ഥം, 18-ാമത്തെ ആയത്തിൻ്റെ അർത്ഥം, അവർ പറഞ്ഞു, നിങ്ങൾ നിമിത്തം ഞങ്ങൾ ശകുനപ്പിഴവിലായിരിക്കുന്നു. നിങ്ങൾ വിരമിക്കുന്നില്ലെങ്കിൽ നിശ്ചയമായും ഞങ്ങൾ നിങ്ങളെ കല്ലേറ് നടത്തുക തന്നെ ചെയ്യുന്നതാണ്. ഞങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് തീർച്ചയായും വേദനയേറിയ ശിക്ഷ ബാധിക്കുന്നതുമാണ്. 19-ാമത്തെ ആയത്തിൻ്റെ അർത്ഥം, അവർ അഥവാ ദൂതന്മാർ പറഞ്ഞു, നിങ്ങളുടെ ശകുനപ്പിഴ നിങ്ങളോടൊന്നിച്ചു തന്നെയാണുള്ളത്. നിങ്ങൾക്ക് ഉപദേശം നൽകപ്പെട്ടതിനാലാണോ ഇങ്ങനെ പറയുന്നത്? പക്ഷേ നിങ്ങൾ അതിരുകവിഞ്ഞ ഒരു ജനതയാണ്. ഇവിടെ ഈ രാജ്യക്കാരും ഭീഷണി പറയുകയാണ് ഈ ദൂതന്മാരോട്. അതുപോലെ ദുശ്ശകുനം വാദിക്കുകയും ചെയ്യുകയാണ്. ഈ ഒരു പ്രവണത മുൻകഴിഞ്ഞ സമുദായങ്ങളിലും നമുക്ക് കാണാൻ സാധിക്കും. ഫിർഔനിൻ്റെ ആളുകളെ പറ്റി അള്ളാഹു പറയുന്നത് കാണാം സൂറത്തുൽ അഅറാഫിലെ 131-ാമത്തെ വചനത്തിൽ. അവർക്ക് നന്മ വന്നാൽ അവർ പറയും, നമ്മുടേതാണ് ഇത് എന്ന്. വല്ല തിന്മയും അവർക്ക് ബാധിക്കുന്ന പക്ഷം മൂസായും അദ്ദേഹത്തിൻ്റെ കൂടെയുള്ളവരും നിമിത്തം തങ്ങൾക്ക് ശകുനപ്പിഴ ബാധിച്ചതായി ഗണിക്കുകയും ചെയ്യും. അല്ല, അറിയുക, അവരുടെ ശകുനപ്പിഴ അള്ളാഹുവിങ്കലാണുള്ളത്. ഇതുപോലെ സാലിഹ് അലൈഹിസ്സലാമിനെയും അദ്ദേഹത്തിൻ്റെ ജനത ഇങ്ങനെ ദുശ്ശകുനക്കാരാക്കി പ്രസ്താവിച്ചതായിട്ട് നമുക്ക് കാണാം. ഏതായാലും ഇവിടെ ഈ ദൂതന്മാർ അവരോട് പറഞ്ഞ മറുപടി ചുരുക്കത്തിൽ ഇങ്ങനെയാണ്: നിങ്ങൾക്ക് വല്ല ദുശ്ശകുനവും ഉണ്ടെങ്കിൽ അത് നിങ്ങളുടെ ദോഷം കൊണ്ട് തന്നെയാണ്, നിങ്ങളുടെ ദുർനടപ്പാണ് അതിന് കാരണം. ഞങ്ങൾ നിങ്ങളെ തൗഹീദിലേക്കും സന്മാർഗത്തിലേക്കും ക്ഷണിക്കുക മാത്രമേ ചെയ്യുന്നുള്ളൂ. ഇതൊരിക്കലും ശകുനപ്പിഴക്ക് കാരണമല്ല. നിങ്ങൾ ഞങ്ങളുടെ ഉപദേശം സ്വീകരിക്കുന്നില്ല എന്ന് മാത്രമല്ല, ഞങ്ങളെ ധിക്കരിക്കുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്യുന്നു. ഈ അതിര് കവിച്ചിലാണ് നിങ്ങൾക്ക് ദുശ്ശകുനമായി തീരുന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഇനി തുടർന്നുള്ള വചനങ്ങളിൽ ഈ ജനതയുടെ കഥ തുടരുന്നുണ്ട്. ഇൻഷാ അള്ളാഹ് അത് നമുക്ക് അടുത്ത വീഡിയോയിലൂടെ പഠിക്കാം. വആഖിറു ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.